കാശ് മുടക്കി അരിവർക്കെല്ലാം ചെയ്തെടുത്ത ഒരു തുണി വാങ്ങിച്ചിട്ട് അത് ഇതേപോലെ അരിവർക്കെല്ലാം ഊരിക്കളയേണ്ട അവസ്ഥയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. ഈ നെക്കിൻ്റെ പോർഷനിലുള്ള അരിവർക്ക് നല്ല ഹെവി വർക്കാണ്, ബീഡ് വർക്ക്, അത് മൊത്തം ഊരിക്കളയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് അവർ കറക്റ്റ് മാർക്കിങ്ങിൽ എംബ്രോയ്ഡറി ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ അത് നമുക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കസ്റ്റമറിന് ഹൈനെക്കാണ് വേണ്ടത്. അപ്പം ഹൈനെക്ക് വരുമ്പോഴത്തേനും നെക്കിൻ്റെ ബാക്കി ആ വർക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണും. അപ്പോൾ അത് നോർമലി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക അതാണ് അതിൻ്റെ നെക്ക് പാറ്റേൺ അവർ കൊടുത്തിരിക്കുന്നതെന്നും നമ്മളത് കയറ്റിയാണ് തയ്ച്ചേക്കുന്നതെന്നും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ അരി വർക്കെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞത്. ഇതൊരു ഇവൻറ്റിന് വേണ്ടിയിട്ടാണ്, പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ടൊവിനോ മൂവിയുടെ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് ഒരാൾക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളത് മോശമാക്കരുതല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ ഒരു ചോയ്സും ഇല്ല, അത് ഊരിക്കളയലല്ലാണ്ട് വേറെ ചോയ്സ് ഇല്ല. അപ്പോൾ പിന്നെ അതിൽ ഊരി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സമയം എടുത്ത് അതിൽ ഊരി പറിച്ച് കളയാനായിട്ട്. ചെയ്യാനും നല്ല സമയം എനിക്ക്, ഊരിയെടുക്കാനും നല്ല സമയം. ഞാൻ പിന്നെ വിചാരിച്ച ഫ്രണ്ട് പീസ് നമുക്ക് എവിടെന്നെങ്കിലും കിട്ടിയാലോ എന്ന്, പക്ഷെ അതിനും ഹോപ്പില്ല കേട്ടോ. ഫ്രണ്ട് പീസ് എടുക്കാനുള്ള മെറ്റീരിയലും ഇല്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഊരിയെടുത്തു. ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ ഒരു ബോക്സ് ഇട്ട് വെച്ചേട്ടോ. ഇനി എങ്ങനെ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട്. ബാക്ക് പോർഷനിൽ ആ നെക്ക് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ശരിയാവുമോ എന്നറിയില്ല, ക്ലോസ് നെക്കാണ് ബാക്കിൽ. അപ്പം അറിഞ്ഞുകൂടാ, നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് സെറ്റ് ആവുമെന്ന് നമ്മുടെ ബൈക്കാണെങ്കിൽ നല്ല കലി വരുന്നുണ്ട്. ഈ തുണിയാണെങ്കിൽ പഞ്ഞു പോലെ ഇരിക്കുന്ന തുണിയാണ് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഫുള്ള് കാണാം കേട്ടോ.